അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മൾ പുതിയ സ്വാഗതം. അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റിലെ മൾട്ടിപ്ലൈ മോഡിലാണ് ഈസ്. എനിത്തിങ് ഐ ഡ്രോപ്പ് ഗെറ്റ് മൾട്ടിപ്ലൈഡ് ഈസ്. കാരണം ഇപ്പം അത്ര റീച്ച് ഇല്ല. ആകെ റീച്ച് കിട്ടിയെന്ന് വെച്ചാൽ ആ മൾട്ടിപ്ലൈയുടെ മോനില്ല ഈസ്, മൾട്ടിപ്ലൈയുടെ മോഡാണ് ഈസ്. അപ്പോൾ ഈസ് അങ്ങനെ നമുക്ക് നേരെ കളിയിലോട്ടാണ് റിമോട്ട് ഇട്ടീസ് ഗൈസ് തുടങ്ങാം. അപ്പോൾ ഗൈസ് വീഡിയോ ഫുള്ള് കാണുന്നതിന് മുമ്പ് നിങ്ങളതാണ് ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഗൈസ്, എന്നാലും എനിക്ക് വാച്ച് ഓവർ കിട്ടുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് ഗൈസ്. പിന്നെ നമുക്ക് നമ്മളുടെ ബെഡ് എടുത്ത് പോവാം. നമ്മൾ ഇത്രയും അയറണം നമുക്ക് ആവശ്യമില്ല ഗൈസ് എന്തായാലും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം ചെയ്ത് എങ്ങനെയെങ്കിലും എനിക്ക് കളയണമെന്നുണ്ട്, പക്ഷെ കളയാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും നല്ല വഴി എന്ന് വെച്ചാൽ ഇല്ല വായിസ് ട്രാപ്പ് ഡോർ ഉണ്ടാക്കാം. ഈ അയറൻ എന്ത് എറിഞ്ഞാലും നമുക്കത് മൾട്ടിപ്ലൈ ആയി കിട്ടും ഗീസ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാലോ, ഞാൻ എക്സാമ്പിളൊന്നും കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഗൈസിന് കളയണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണം ഗീസ്. കണ്ടോ ഗീസ്, അങ്ങോട്ടും ഇങ്ങോട്ട് ചെറ പറയാന്ന് ഇട്ടാൽ മതി. ഇനി ഗീസ് നമുക്ക് ബെഡ് ഒട്ടിക്കാം. ഇനി ഗീസ് നമുക്ക് അങ്ങോട്ട് പോവാം. അല്ല, ഇതെൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളില്ലേ ഗൈസിൻ്റെ ഇതുണ്ട് നല്ല ഡേയ്സ് രണ്ടെണ്ണിട്ട് എനിക്ക് ക്രാഫ്റ്റിംഗ് ടേബിളും കിട്ടി. നിങ്ങൾക്ക് അറിയാത്തവർക്കൊക്കെ ഒന്ന് കാണിച്ചു തരും ഗീസ്. കണ്ടോ, രണ്ടെണ്ണമായില്ലേ, ഇതാ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇത് എല്ലാം മൾട്ടിപ്ലൈ ആവുന്ന കൊണ്ടാണ്. എൻ്റെ കയ്യിൽ കുറച്ച് വത്തൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ വത്തൊക്കെ എടുത്ത് കൂട്ടി. അല്ലാണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ സാധനമൊന്നും ഉണ്ടാവില്ല. അപ്പം ആ ബുക്ക് പോലും കളയാൻ പറ്റാത്ത അവസ്ഥയായി ഗീസ്. ഇനി അങ്ങോട്ട് പോകാം. നമുക്ക് ഡയമണ്ടാണ് ഗീസ് വേണ്ടേ, ഒറ്റ ഒരെണ്ണം മതി. കുറച്ച് നേരക്കൂട്ട് പോയിട്ട് വത്തൊക്കെ നൈസ്, അല്ലെങ്കിൽ ചത്തു. ആരുമില്ലല്ലോ, ഇല്ല ഇല്ല, പെട്ടെന്ന് ആവില്ല ഈ പോക്കറ്റ് അടിച്ചതിൻ്റെ. ഏറ്റവും കളിക്കണമെങ്കിൽ ജാവ് അടിച്ച്. ഞാൻ ആകെ മോജോ ലോഞ്ചർ മാത്രമേ കളിച്ചിട്ടുള്ളൂ, വേറൊന്നും കളിച്ചിട്ടില്ല. വേറെ നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കിയാലോ. ഇവിടെ മൊത്തം അയറും കിട്ടുന്നുണ്ട്, പക്ഷെ വേറൊന്നും കിട്ടുന്നില്ല ഈസ്. അതാണ് ഇവിടുത്തെ കുഴപ്പം. കുറച്ച് മറ്റേതാണ് ഈസ് വേണ്ടേ. ഇതൊന്നും തരുമോ? എനിക്കെന്താ 30 മേലെ പോകത്തെ അല്ല ഈസ് പോകുന്നുണ്ട്. ഓ, അതിൻ്റെ അങ്ങോട്ട് പോയാലോ, ഒരാഴ്ച ഒന്ന് പോയി നോക്കാം ഈസ്, എന്താ സംഭവം എന്നൊക്കെ നോക്കാം. ഇല്ല ഈസ്, ഇവിടെ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. വേസ്റ്റ് തിരിച്ചു എൻ്റെ കുറവായിട്ട് തോന്നുന്നു. ലീസ് ഇവിടെ എന്തായാലും ഒന്നുമില്ല. അപ്പം നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകണം ഗീസ്. ഗെയ്സ് അപ്പോൾ TGR ഇവിടെ ക്ലച്ച് ചെയ്യാൻ പോകണം ഗീസ്. ഞാൻ കാണിച്ചുതരാം. ആ ഗെയ്സ്, അവിടെ നിന്നാണ് ഞാൻ വീണേ ഗെയ്സ്. ഇപ്പം എന്തായാലും ക്ലച്ചായി. ഗെയ്സ് കുറച്ച് വത്തൊക്കെ വീണ്ടും തിന്നു. ഈ വത്തൊക്കെ തിന്ന് ചെയ്യാൻ തിന്ന കുറേ നേരം ഗെയ്സ്. വത്തൊക്കെ ഫ്രൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അന്നേരം ഗെയ്സ്. നമുക്ക് നേരെ നടന്നു പോവാം. ടൈം പാസ്സൊക്കെ നിർത്തിയിട്ട് ഒരു കേവ് കണ്ടുപിടിക്കണം ഗെയ്സ്. ഡേയ്സ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ഗെയ്സ്. ഇതാ അവിടെ ഉണ്ട് ഒരു കേവ് ഡേയ്സ്. നെയിം എടുക്കാനും പറ്റില്ല ഇതിൽ ഡേയ്സ്. അവിടെ ആ സ്ഥലത്ത് ഗെയ്സ് നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഗെയ്സ് നമുക്ക് പോയി നോക്കാം. ഡേയ്സ്
ഇതെവിടുന്ന കേവായേ? കേസ് എന്നെ മൈൻക്രാഫ്റ്റ് പറ്റിച്ച്. ഗേസ് കേവിനെ കാണാനില്ല. കേവ് അവിടെ? ദൈസ് ഇപ്പോൾ ക്ലച്ച് ചെയ്തില്ലേ? ക്ലച്ചൊക്കെ മാറ്റി ഗൈസ്. കേവാണ് ആവശ്യം. കേവ് ഇവിടെ അല്ലേ ഗൈസ്? അപ്പോൾ ഗൈസ് അങ്ങനെ എനിക്കൊരു കേവ് കിട്ടി. ഐഷ് അതല്ല, എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം പോയിരുന്നു. എൻ്റെ കയ്യിലവിടെ നീല കളറിയിരുന്നല്ലോ. ഗൈസ് ഇങ്ങോട്ട് ഇട്ട് പോവാം. എന്നാൽ വാട ഇങ്ങോട്ട് അത്രയ്ക്ക് ധൈര്യമാണെങ്കിൽ ടീച്ചർ സാറിനോട് കളിക്കാൻ നിൽക്കണ്ട മോനെ. ഇതെങ്ങനെ ഇരിക്കൂ? സീന് പ്ലെയറാ. ഇതാ ഇവനൊക്കെ അല്ലേ വരണ്ടേ? പോടാ അവിടുന്ന്. അയ്യോ ഇവൻ വരണ്ടിരുന്നു. എന്നാലും വാ. ഡാമേജ് ഒറ്റയിരുന്നു അങ്ങനെ. എനിക്കറിയായിരുന്നു. അല്ല അറിയില്ലായിരുന്നു. വെള്ളമിട്ടാവൂലെന്ന്. ഗീസ് നമുക്ക് ഈ വെള്ളം എടുത്ത് പോവാം. കുറച്ച് നീരോട്ടീസ് അത് കണ്ട. നമുക്ക് നമ്മുടെ ധൈര്യം കാണിച്ചാലോ. ഒരു തുള്ളി വെള്ളം തൊടുത്തിട്ട് നമുക്ക് ഡയമണ്ട് വേണം. ഗീസ് എന്തായാലും ഡയമണ്ട് കിട്ടിയേ പറ്റുമെന്ന് വെച്ചാൽ കിട്ടിയേ പറ്റുള്ളൂ. ഞാൻ ഏത് സ്ഥലത്തും പോകും. എൻ്റർമാൻ ഇത് ഇവിടെ അല്ല. താഴോട്ട് വരാം. പോകാം ഗീസ്, കുഴപ്പമില്ല. ഗീസ് ഗീസ് പൊട്ടല്ലേ പോടാ ഗീസ് ട്രൈ ചെയ്യാം നമുക്ക്. പോടാ അല്ല ഞാൻ ഇങ്ങോട്ടായി. അയറണൊക്കെ കുറവുണ്ട്. അത്യാവശ്യം നമ്മളിൽ കുറവുണ്ട്. നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും പോവാം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം. പൊയ്ക്കൊണ്ടൊക്കെ എവിടെയെങ്കിലും നമുക്ക് പോവാം. ഗീസ് അല്ലാണ്ട് പറ്റത്തില്ല. ഗീസ് ഇങ്ങനത്തെ സ്ഥലത്ത് കുറേ ഡയമണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്ന് തോന്നി. ഇല്ല ഇവിടേക്ക് ഒരു ഗുഹ ഇല്ല. അല്ല ഇവിടേക്ക് സാരില്ല. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഗീസ് വലിയൊരു വാറ് പോലെ ആയിട്ടുണ്ട്. മൊത്തം സോംബികൾ. അല്ല ഇവിടെ എന്താ സോംബി ഇല്ലാത്ത? സോംബി വരാൻ തുടങ്ങി. പോടാ നമ്മുടെ ഷീൽഡ് ഉണ്ടാവോ? ഷീൽഡ്. പക്ഷെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു അത്ര നേരം. ഷീൽഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. എനിക്ക് ആയിരിക്കും അത്ര റെയർ സാധനം കിട്ടി. അമത്തിസ്റ്റ് വെച്ചിട്ട് എന്തായിരുന്നു മറ്റേ സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. എന്ത് അല്ല ഇങ്ങോട്ടൊരു ഗുഹ ഉണ്ടല്ലോ. ബാക്കി ഗീസ് ഉണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് അമത്തിസ്റ്റ് ഷാർഡ് എടുക്കാം. അല്ല ഇതൊന്നും കിട്ടുള്ളൂ. വലിയ പീസൊന്നും കിട്ടുള്ളൂ. എന്താ ഇതെന്താ എനിക്ക് മനസ്സിലായി. എനിക്കറിയില്ല. ഇത്
ഇത് ഷാഡ് കിട്ടൂല. ഇവിടൊക്കെ എന്തെങ്ങനെ ഉള്ള സ്ഥലത്ത് സാധനം ഉണ്ടാവും ഇല്ലീസ്. ഇവിടേക്ക് ഒന്നുമില്ല, ഒരു സാധനം ഇല്ലീസ്. നമുക്ക് താഴോട്ട് ഇറങ്ങാം. എന്താ സാധനം? വാടണമൊന്നുമില്ലല്ലോ. ഞാൻ താഴോട്ട് ഇറങ്ങാം. ഇങ്ങനത്തെ ഗെയിമുകളിൽ പെട്ടെന്ന് കിട്ടും എനിക്കറിയാം. ഞാൻ അന്ന് ഒരു ദിവസം ഡയമണ്ട് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് ഇവിടെ നിന്നിരുന്നു കിട്ടീസ്. ഇങ്ങനത്തെ സ്ഥലത്തുനിന്ന് കിട്ടിയേ. എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു ബീറ്റ് ചെയ്യാൻ. അപ്പോൾ ബീറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് പരിശ്രമിച്ചുകൊണ്ടൊക്കെ കുറച്ച് നീരാട്ട മൊത്തം സോംബിയാണ് ഈ പുറത്ത്. നമ്മളിതിൽ ഷീൽഡുള്ള നല്ലതാണ് ഇരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇറങ്ങണം. സ്ഥിതി വാ. തോറ്റ്. സാറിൽ എന്നോട് ഒരാൾ പറഞ്ഞാണ് ഇത് ബീറ്റ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും പോയി നമുക്ക് വീണ്ടും ഒരു തുടങ്ങാം. വേറൊരു വഴിയില്ല. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. ഷെയർ ചെയ്യാൻ മറക്കരുത്.